യൂട്യൂബ് അവതരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ശിക്ഷിക്കണോ എന്ന് സുപ്രീം കോടതി. കുറ്റം ചുമത്താനും കുറ്റവിമുക്തരാക്കാനും കോടതികളുണ്ട്. യൂട്യൂബ് അവതരണത്തിന് കോടതി നിലപാടിനെ മാറ്റാൻ കഴിയില്ല എന്നും കോടതി. ക്രൈം നന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. വനിതാ രാഷ്ട്രീയ നേതാവിനെതിരെ മോശം പരാമർശം നടത്തിയ കേസിലാണ് വിമർശനം. ഇപ്പോൾ ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ക്രൈം നന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ജസ്റ്റിസ് നാഗരത്ന ഇത്തരത്തിലുള്ള വലിയ വിമർശനം നടത്തിയിട്ടുള്ളത്. ഈ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും മറ്റ് ആളുകളെ അപമാനിക്കുന്ന രീതിയിൽ ഈ യൂട്യൂബ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ അത് യൂട്യൂബിൽ ഇടൂ, ആളുകൾ അത് കാണട്ടെ, അത്തരത്തിലുള്ള വീഡിയോകൾക്ക് റീച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതി ചോദിച്ചത്. അല്ലാതെ ഏതെങ്കിലും യൂട്യൂബ് അവതരണത്തിൻ്റെ പേരിൽ കോടതികൾ അവരുടെ നിലപാട് മാറ്റുകയോ അല്ലെങ്കിൽ കോടതികളെ സ്വാധീനിക്കാനോ സാധിക്കില്ല. അതോടൊപ്പം തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിസ്ഥാനത്തിലല്ല കോടതികൾ ശിക്ഷ വിധിക്കുന്നത്. കുറ്റവാളികളെ നിശ്ചയിക്കുന്നതും അതോടൊപ്പം തന്നെ കുറ്റവിമുക്തരാക്കുന്നതും കോടതികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ജസ്റ്റിസ് നാഗരത്ന മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ ഒരു വനിതാ നേതാവിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഇത്തരം പരാമർശം നടത്തിയിരുന്നു. അത് താൻ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു എന്നായിരുന്നു ക്രൈം നന്ദകുമാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. ഇതൊരു പൊതു ചർച്ച എന്ന രീതിയിലാണ് ഈ വിഷയം അവതരിപ്പിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദം ഉന്നയിച്ചു. എന്നാൽ കോടതി പറഞ്ഞത് എന്ത് പൊതു ചർച്ചയാണ്, ഇത്തരത്തിലല്ല, യൂട്യൂബിൽ നല്ല കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, ഈ രീതിയിൽ ആളുകളെ അപമാനിക്കുന്ന രീതിയിലല്ല ചർച്ചകൾ നടത്തേണ്ടത് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി.